ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തരഡ് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നുള്ള ടോപ്പിക് നിങ്ങളുടെ ലവ് സ്റ്റോറി എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളുടെ ലവ് സ്റ്റോറി എന്തായിരിക്കും എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. മുമ്പും ഈ ഒരു ടോപ്പിക്കിൽ ചെയ്തപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിച്ചിരുന്നു. സോ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് നിങ്ങളുടെ ലവ് സ്റ്റോറി എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയാണ് എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആകും, റെസൊണേറ്റ് ആകാതിരിക്കാം. പക്ഷെ പ്രസന്റ്ലി നിങ്ങളുടെ ലവ് സ്റ്റോറിയാണ് ഇതുമായിട്ട് റെസൊണേറ്റ് ആണ് നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മളിന്ന് പൈൽ റീഡിംഗ് ആണ് നോക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ 2 കോമ്പിനേഷൻ ബ്രേസ്ലെറ്റുകളാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് പൈലായിട്ട് എനിക്ക് എടുക്കാൻ തോന്നിയത് എമഥിസ്റ്റ് പ്ലസ് റോസ് ക്വാഡ്സ് ആണ്. സെക്കൻഡ് പൈലായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്ലിയർ ക്വാഡ്സ് പ്ലസ് സെലിനൈറ്റ് ക്രിസ്റ്റൽ ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജി എന്താണോ അതിൽ മെഡിറ്റേറ്റ് ചെയ്യുക, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ബ്രേസ്ലെറ്റിനോടാണോ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതാണ് നിങ്ങളുടെ പൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറയാം. റോസ് ക്വാഡ്സും എമഥിസ്റ്റും ലവ് അട്രാക്ട് ചെയ്യാൻ, നമ്മുടെ ലവ് പൊളിഞ്ഞു പോയ ലവിനെ റിപ്പയർ ചെയ്യാൻ, ലവ് മാനിഫെസ്റ്റ് ചെയ്യാൻ, നമുക്ക് കാംനെസ്സും മെന്റൽ ക്ലാരിറ്റിയും റിലാക്സേഷനും തരാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും എമഥിസ്റ്റ് പ്ലസ് റോസ് ക്വാഡ്സ് ഉപയോഗിക്കുന്നത്. അതായത് ലവ് പ്ലസ് പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബുക്ക് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിലോ സൈറ്റിലോ പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പൈലായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് സെലിനൈറ്റ് പ്ലസ് ക്ലിയർ കോഡ്സ് ആണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്താൻ, അതുപോലെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കുറച്ചും കൂടി എനർജി ബൂസ്റ്റ് ചെയ്യാൻ, ഇപ്പം ഏത് മേഖലയിലായിക്കോട്ടെ, ഇപ്പം നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോബ്, അല്ലെങ്കിൽ നല്ലൊരു ജോബ്, എക്സാം, കോമ്പറ്റേറ്റീവ് എക്സാം, മെൻ്റൽ ക്ലാരിറ്റി, പീസ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടണം, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കാം ആയിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഐഡിയാസ് കിട്ടണം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് വേറൊരു ഫോം നിങ്ങൾക്ക് നൽകണം, എപ്പോഴും ചാർജ്ഡ് ആയിരിക്കണം, നിങ്ങളുടെ ഓറ ക്ലെൻസ്ഡ് ആയിട്ടിരിക്കണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലനൈറ്റ് പ്ലസ് ക്ലിയർ കോഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ് സെലനൈറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ചാർജറാണ്, ഒരു ഗുഡ് ചാർജറാണ്. അതുകൊണ്ട് തന്നെ ഇത് ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി ക്ലെൻസ്ഡ് ആണ്. ക്ലെൻസ് ആയിരിക്കുകയും ചെയ്യും. നമ്മുടെ കയ്യിലിടുമ്പോൾ നമ്മുടെ എൻറ്റയർ ബോഡിയിൽ എനർജി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ക്രിസ്റ്റലാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. നമുക്ക് പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പൈല് സെലക്ട് ചെയ്യുന്ന വിശ്വസിക്കുന്നു. എന്താണ് നിങ്ങളുടെ ലവ് സ്റ്റോറി എന്നത് നമുക്ക് നോക്കാം. ഹായ് ഗായ്സ്, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പൈലായിട്ടുള്ള നമ്മുടെ എമഥിസ്റ്റ് പ്ലസ് റോസ് ക്വാഡ്സ് സ്പെഷ്യലി ഫോർ ലവ് ആൻഡ് പ്രൊട്ടക്ഷൻ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്താണ് നിങ്ങളുടെ ലവ് സ്റ്റോറി, എന്താണ് നമുക്ക് കിട്ടുന്നത് നിങ്ങളുടെ ലവ് സ്റ്റോറിയിൽ എന്ന് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ആകട്ടെ, ഇത് ഹെൽപ്ഫുൾ ആകട്ടെ. തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. പ്ലീസ് കരുത്, അതായത് ലവ് സ്റ്റോറി എവിടെ എത്തുമെന്ന് അറിയാത്ത ഒത്തിരി ആൾക്കാർ ഇത് ഹെൽപ്പ് ചെയ്യും. സോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. What is the love story of the person who is interested in this file? King of Pentacles, the Magician, Eight of Wands, Two of Cups, Nine of Swords, King of Pentacles clarification, Nine of Swords ആണ് കിട്ടിയിട്ടുള്ളത്. 9 of Wands. ഓക്കെ, 9 എനർജി നിങ്ങൾക്ക് ഒത്തിരി കൂടുതലാണ്. ഓ മൈ ഗോഡ്, 9 of Pentacles. നിങ്ങൾ തന്നെ നോക്കൂ, 9 വൈബ്രേഷൻ വളരെ കൂടുതലാണ്. സോ എന്നെ കാണുന്നത് നിങ്ങൾ ആരെങ്കിലും ഡെസ്റ്റിനി നമ്പർ 9 ആണോ, അല്ലെങ്കിൽ 9 നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കിതിനകത്ത് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ 9 വൈബ്രേഷൻ ആണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ റോളർ കോസ്റ്ററുകൾ പോലെ ഇമോഷൻസ് അനുഭവിച്ചിട്ടുണ്ട്.
അതായത് ഇനി മുന്നോട്ട് ജീവിതത്തിൽ എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയാത്ത സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ ലൈഫ് ഇതുവരെ കൊണ്ടെത്തിച്ചത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല സ്ഥലത്തു നിന്നും നിങ്ങളെ തള്ളപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ. അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങൾ മറ്റുള്ളവരോട് കാണിക്കാതെ നിങ്ങളുടെ ബെഡിൽ നിങ്ങൾ കരഞ്ഞു തീർക്കുകയായിരിക്കാം ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് പുറമേ 9 ഓഫ് പെന്റിക്കിൾസ് എന്ന രീതിയിൽ ബാലൻസ്ഡ് ആയിട്ട് കാണിച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. റിലേഷൻഷിപ്പിൽ മാത്രമല്ല, എന്താണ്, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അത് തന്നെയായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മേ ബി അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു ഹീലിംഗ് സ്റ്റോൺ ആയിട്ടുള്ള നമ്മുടെ എമethystനെയും റോസ് ക്വാർട്സിനെയും തിരഞ്ഞെടുത്തത്. കാരണം നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾ തന്നെയാണ്. ഓരോ ദിവസവും നിങ്ങൾ എങ്ങനെയാണ് യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിക്കുന്നത്, റിലേഷൻഷിപ്പ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് മാത്രമേ അറിയൂ. സോ നിങ്ങൾ ഫസ്റ്റ് പൈലാണ് എടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്, വളരെ മനക്കെട്ടിയുള്ള ഒരാളാണ്. നിങ്ങൾ സെൻസിറ്റീവ് ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു എന്താ ഇപ്പോഴത്തെ ഇത് വെച്ച് റെസണേറ്റ് ആണ്, ഉരുൾപൊട്ടൽ. ഓക്കെ, അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അനുഭവിച്ചിട്ടുണ്ട്. അത്രത്തോളം തീവ്രമായിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത്. പല ആൾക്കാരും നിങ്ങളുടെ ഇമോഷനെ എടുത്ത് മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 100% കൊടുത്തിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു 1% പോലും തിരിച്ചു തരാതെ ആൾക്കാർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഈവൻ നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും പലപ്പോഴും നിങ്ങളുടെ അടുത്ത് അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈവൻ റിലേഷൻഷിപ്പ് ആണെങ്കിലും, നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും അതും നിങ്ങൾ ഇനിഷ്യേറ്റീവ് കൊടുത്തു, മേ ബി നിങ്ങൾ ഹിന്റ് കൊടുത്തു, എന്നിട്ടും അവർക്ക് അറിയാമായിരുന്നിട്ടും അവർ നമ്മുടെ ഭാഗത്തേക്ക് ആക്ഷൻ എടുക്കാതെ നിസ്സഹായമായി നിന്നു, അല്ലെങ്കിൽ നിസ്സഹായതയാണ് എന്നൊരു സൈഡ് മാത്രം നമ്മളെ കാണിച്ചു, നമ്മളെ വഞ്ചിച്ചു. അങ്ങനെ ഒരു എന്താ പറയാ, ഇറ്റ്സ് പെയിൻഫുൾ, അത് വേദനാജനകമാണ്. ആ ഒരു സിറ്റുവേഷനിലൂടെ, ആ ഒരു സിനേറിയോയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്. ആൻഡ് അതിനെ നിങ്ങൾ അതിജീവിച്ച ആൾക്കാരാണ്. നിങ്ങളുടെ ബൗണ്ടറീസിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ബിഗ് ബാറ്റിൽ. വേറൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതൊരു വലിയ യുദ്ധമാണ്. ആ യുദ്ധം നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് അങ്ങനെയാണ്. സോ നിങ്ങൾ വളരെയധികം സ്ട്രെങ്തൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. സോ നിങ്ങളെന്ന് പറയുന്നത് ഒരു ഗിവറാണ്. നിങ്ങൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് അർഹതപ്പെട്ടതിന്റെ പകുതിയുടെ പകുതി പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല. ആൻഡ് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന എനർജി നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്തത് കൊണ്ട് ഒരു ഇംബാലൻസ്ഡ് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ ഇപ്പോഴും കടന്നു പോകുന്നത്. അതായത് നിങ്ങൾ കരയാണ് നിങ്ങളുടെ ബാലൻസിന് വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് സിറ്റുവേഷൻ എങ്കിലും നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാ എന്നോട് മാത്രം ഇത്, അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്തുകൊണ്ടാ ഈ ഒരു സിറ്റുവേഷൻ എന്ന രീതിയിൽ മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾക്ക്, എൻ്റെ സ്നേഹിതനോ സ്നേഹിതയ്ക്കോ ആവശ്യമുള്ളപ്പോൾ ഞാൻ എൻ്റെ 100% അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ എനിക്കൊരു ആവശ്യം വരുമ്പോൾ എന്തുകൊണ്ട് ഇവരാരും തിരിച്ചെന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ ഇവർക്ക് വേണ്ടി ഇറങ്ങിയതുപോലെ എന്നിലേക്ക് വരുന്നില്ല, അത്രയ്ക്ക് ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാൻ കൊടുത്തിട്ടല്ലേ ഉള്ളൂ എന്നത്, അല്ലെങ്കിൽ ഇതെന്താണ് എൻ്റെ അടുത്ത് സംഭവിക്കുന്നത്, എൻ്റെ ഭാഗത്താണോ തെറ്റ് എന്ന് പറഞ്ഞ് പിന്നെയും പിന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ജീവിതത്തിൽ പലവട്ടം നിങ്ങൾ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങളോട് തന്നെ. സോ ഈ ഒരു എനർജിയിൽ നിന്ന്, ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തേ മതിയാവുകയുള്ളൂ. ഈവൻ അത് ട്വിൻ ഫ്ലെയിം ജേർണി ആണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും, എന്ത് കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്ക്, ചിലപ്പോൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന കാര്യമായിരിക്കാം. പക്ഷെ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ അതിനകത്തുനിന്ന് ലെറ്റ് ഗോ ചെയ്തേ പറ്റുകയുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് പൈൽ എടുത്ത പല ആൾക്കാരും കഴിവതും അവർക്ക് പറ്റുന്ന രീതിയിൽ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലെറ്റ് ഗോ എന്ന പാറ്റേണിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ വീണ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അത് നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ദിസ് 9 ഓഫ് പെന്റിക്കിൾസിലൂടെ. കണ്ട, നിങ്ങൾ വന്ന നിങ്ങളുടെ ഒരു ലൈഫ് ജേർണിയാണ് ഈ കാണിക്കുന്നത്. 9 ഓഫ് സോർഡ്സ്, അതായത് ആദ്യം നമ്മൾ എല്ലാത്തിലും എന്താണ് ബുദ്ധിമുട്ടി വിഷമിച്ചു, പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബൗണ്ടറി വെച്ചു, അവസാനം ലെറ്റ് ഗോ ചെയ്ത് നമ്മൾ ഈ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ വരാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും എനിക്ക് തോന്നുന്നു ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടാവണം, ഇവിടെ ഈ ഒരു 9 ഓഫ് പെന്റിക്കിൾസിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ്. ആർക്കും നമ്മളെ തകർക്കാൻ പറ്റാത്തൊരു സെൽഫ് സ്റ്റേബിൾ സോൺ.
ഇപ്പൊ ഈ ഒരു സാഹചര്യമല്ല നിങ്ങളുടെ അടുത്തെങ്കിൽ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ദേഷ്യം, വൈരാഗ്യം, വാശി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ശത്രുക്കൾ തന്നെയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ട്രോമ ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ, നിങ്ങൾ ഒരു വ്യക്തിയോട് എതിരെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ഹേർട്ട് ചെയ്യുന്നത്, അവരെ അല്ല ഹേർട്ട് ചെയ്യുന്നത്. അവരെന്ന് പറയുന്ന വ്യക്തി നിങ്ങളെ മനസ്സിൽ പോലും കൊണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഫ്രണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ അവർക്കൊന്നും ഹേർട്ട് ആവത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. സോ അങ്ങനത്തെ ഹാബിറ്റുകളിൽ നിന്ന്, അങ്ങനത്തെ സ്വഭാവങ്ങളിൽ നിന്ന് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ സ്വഭാവങ്ങളെ ഡിറ്റാച്ച് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകുന്നത് നിങ്ങൾക്കാണ് നെഗറ്റീവ് ആകുന്നത്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത്രത്തോളം നെഗറ്റിവിറ്റി ഉണ്ടാകുന്നില്ല. അത് മനസ്സിലാക്കി. എല്ലാവരും പറയുന്ന ദേഷ്യം പെടുമ്പോഴത്തേക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് സങ്കടാവല്ലോ. നോ, ദേഷ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മളെ ഇറിറ്റേറ്റ് ആവുകയാണ് എങ്കിൽ അത് നമ്മളെയാണ് ബാധിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണോ അത് സ്ഫുടതവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് അതായത് നോ മീൻസ് നോ എന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, പക്ഷെ അതായത് ദേഷ്യപ്പെട്ട് നമ്മളെ ഹേർട്ട് ചെയ്യരുത്. അവർക്ക് എന്ത് ഫീൽ ചെയ്യുന്നോ ഇല്ലയോ, വി ഡോണ്ട് കെയർ. ഓക്കെ, പക്ഷെ നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡ് നിൽക്കുക. ഇത് ആരോടാണ് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മളോട് അനുകമ്പ കാണിക്കാത്ത, നമ്മളെ യൂസ് മാത്രം ചെയ്യുന്നവരോട് അവരുടേതായിട്ടുള്ള ഇമോഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇമോഷൻസ് മാത്രം കൺസിഡർ ചെയ്താൽ മതിയായിരിക്കും. അതായത് അനാവശ്യമായിട്ട് ആൾക്കാർക്ക് അങ്ങോട്ട് ഗീവ് ചെയ്യരുത്. അതായത് ഈ ലോകത്തെ എല്ലാവരുടെ കയ്യിലും എല്ലാം സാധിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ ചില ആൾക്കാർ മനഃപൂർവ്വം വരും, ഈസി ആയിട്ട് കിട്ടിയാലോ, ഫ്രീ ആയിട്ട് കിട്ടിയാൽ എന്താ, പൊളിക്കോ, ഇങ്ങനത്തെ എന്താണ് ഡൗൺ മെന്റാലിറ്റി ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ കുഴികളിൽ ചെന്ന് വീഴാതിരിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളെ ഹേർട്ട് ചെയ്യുള്ളൂ. നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അവരുടെ മുന്നിൽ ദേഷ്യപ്പെട്ടാൽ നിങ്ങൾക്കാണ് കുറച്ചില്, നിങ്ങളാണ് നെഗറ്റീവായി പോകുന്നത്. അപ്പൊ ഈ ഒരു ഇമോഷണൽ ബാലൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ വെറുതെ നമ്മളെ ഈ കുരങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്ത് കളിപ്പിക്കത്തില്ലേ, ആ ഒരു സോണിലേക്കായിരിക്കും നമ്മളെ എടുക്കുന്നത്. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡില്, നിങ്ങളുടെ സോളിന് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്, ഞാൻ അപമാനിക്കപ്പെടുകയാണ് എന്നത് മനസ്സിലാവും. ബിക്കോസ് പുറമെ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് മെച്യൂരിറ്റി ഇല്ലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ സോള് ജന്മജന്മാന്തരങ്ങളായിട്ട് നിങ്ങളുടെ കൂടെയുള്ള അത്രത്തോളം മെച്ചുവേർഡ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് പുറമേ നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങൾ പോട്ടേന്ന് വെക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തട്ടുന്നുണ്ടാവും അല്ലെ. പല ആൾക്കാർക്കും ഇങ്ങനെ ഫീൽ ചെയ്യും, ഞാനിത് ഡിറ്റാച്ച് ചെയ്തല്ലോ, പിന്നെന്താ എനിക്കിതൊന്ന് മൂവ് ഓൺ ആകാൻ പറ്റാത്തത് എന്ന ചോദ്യം പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളത് പോയി അല്ല, ഇൻസൈഡ് നമ്മുടെ ഉള്ളിൽ ഒരു സോൾ ഉണ്ട്. ആ സോളിനെയാണ് നമ്മൾ അണ്ടിൽ ആൻഡ് അൺലെസ് തൃപ്തിപ്പെടുത്തേണ്ടത്, പുറമേ ഉള്ള മനുഷ്യരെ അല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടേതായിട്ടുള്ള സോളിന്റെ ആ ഒരു പ്രണയത്തിലേക്ക്, അവരുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് എത്തണം എങ്കിൽ, നിങ്ങളുടെ ഇന്നർ മൈൻഡിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാം. ബിക്കോസ് നിങ്ങളുടെ ചുറ്റുമുള്ള പല ആൾക്കാരും ഹീൽ ചെയ്യുന്നു എന്ന് കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് കേട്ടിട്ടില്ലേ. മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് വർക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇന്നർ വർക്ക് ചെയ്യുന്നു എന്ന് കേട്ടിട്ടില്ലേ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താല് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്യൂൻ ഓഫ് വാൻസ് എനർജിയിൽ എത്താൻ സാധിക്കും. ഓക്കെ, എങ്ങനെയാണ് അതിൽ എത്തുക എന്നതിനുള്ള വഴിയിലേക്കായിരിക്കാം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഫസ്റ്റ് പൈൽ എടുത്തവരോട് എനിക്ക് പറയാനുള്ളത്, ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി കാത്ത് ഇരിക്കുന്നതിനേക്കാൾ നമ്മൾ ഇപ്പൊ തന്നെ ആക്ഷൻ എടുത്താൽ നമ്മളുടെ ഡിവൈൻ ടൈമിങ് നമ്മുടെ അടുത്ത് പെട്ടെന്ന് വരും. ഓക്കെ, യൂണിവേഴ്സ് പുഷ് ചെയ്യട്ടെ, യൂണിവേഴ്സ് പറഞ്ഞു തരട്ടെ എന്നും പറഞ്ഞിരിക്കരുത്. അതുപോലെ തന്നെ പല ആൾക്കാരും യൂണിവേഴ്സ് പുഷ് ചെയ്തിട്ടും ഇപ്പോഴും ആക്ഷൻ എടുക്കാത്ത ആൾക്കാരുണ്ട്. ഇപ്പോഴും ആ ഒരു സെയിം ആയിട്ടുള്ള ട്രോമാസ് അവരെ കെട്ടിവലിച്ച് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടുണ്ട്. അവേക്കൻഡ് ആകെ, മനസ്സിലാക്ക്, നിങ്ങളുടെ ലൈഫ് ബാലൻസ് ചെയ്യാനുള്ള സമയമായി. 6 of Pentacles, നിങ്ങളുടെ ലൈഫ് ബാലൻസ്ഡ് ആക്കാനുള്ള സമയമായി. നിങ്ങളുടെ ലൈഫ് ബാലൻസ് നിങ്ങളുടെ കയ്യിലാണുള്ളത്. നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളുടെ കയ്യിലാണുള്ളത്. നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. സൺ ആൻഡ് മൂൺ എനർജി, യിങ് യാങ് ബാലൻസ്, അതും നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഈ ഒരു ലോകത്തില് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന് വേണമെന്നൊക്കെ പറയുന്നില്ലേ. നമ്മുടെ യിങ് യാങ് എനർജി ബാലൻസ് ചെയ്താല് നമുക്ക് ഒരു ട്വിൻ ഫ്ലെയിമിന്റെ ആവശ്യമില്ല. നമ്മൾ തന്നെയായിരിക്കും ഈ ലോകത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും സന്തോഷമായിട്ടുള്ള വ്യക്തികള്. ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിലാണ് ഒരാൾക്ക് ഒരാൾ വേണം, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കോഡിപ്പെൻഡബിൾ ആണ് മനുഷ്യൻ എന്നൊരു രീതി. നോ, നത്തിങ് ഇസ് ദെയർ. നമ്മള് സത്യം പറയാം, ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്
ഏറ്റവും സുഖകരവും സന്തോഷവും സമാധാനവും തരുന്നത്. ഈ ഫസ്റ്റ് ഫയൽ എടുത്ത പല ആൾക്കാരും എന്റെ കൂടെ അനുകൂലിക്കും ഞാനിത് പറയുമ്പോൾ. കാരണം വേറൊരാളുടെ തോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? 80% നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ 20% ഇങ്ങനെ കിട്ടും. ഇതാണ് എല്ലാ റിലേഷൻഷിപ്പും. ഇപ്പൊ നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുകയാണെങ്കിൽ 80% നിങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ 20% എന്താ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും കൂടി കിട്ടും അല്ലെ? മറ്റേ CE മാർക്ക്, അങ്ങനത്തെ മാർക്കുകളൊക്കെ ഇല്ലേ, അതിൽ നിന്ന് കിട്ടും. അങ്ങനെയല്ലേ നമുക്ക് 100 തയ്ക്കാൻ പറ്റുന്നത്? ഇതുപോലെ വാട്ട് എവർ, ഏത് മനുഷ്യന്റെ കൂടെ നമ്മൾ പാർട്ട്ണർഷിപ്പ് പിടിച്ചാലും ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ ഏതൊരു പരിപാടിക്ക് നിങ്ങൾ പൊയ്ക്കോ, നമ്മുടെ 80% കൊടുത്തിട്ട് ബാക്കി 20% ഈ ഒരു സൊസൈറ്റിയിൽ നിന്നോ ബാക്കി എന്തിൽ നിന്നോ നമുക്ക് പുഷ് കിട്ടുകയുള്ളൂ. വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, സോ ആ ഒരു 80% അധ്വാനിച്ച് കളയുന്നതിനേക്കാളും 100% നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതല്ലേ നല്ലത്. ഈ കൺസെപ്റ്റ് എത്ര ആൾക്കാർക്ക് മനസ്സിലാകുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇതാണ് സത്യം, ഇതാണ് കറക്റ്റ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് വന്ന ആളാണ്. അയാൾക്ക് ഒറ്റയ്ക്ക് ബാലൻസ്ഡ് ആയിട്ട് ജീവിക്കാനും സാധിക്കും. എന്താണ്, ഒറ്റയ്ക്ക് തന്നെ ഈ മണ്ണോട് അലിഞ്ഞ് ചേർന്നിട്ട് നമ്മുടെ സോള് ഹെവനിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോ എന്താണ്, ഇന്നിപ്പോ ഞാനിത് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് നാളെ തൊട്ടാ എനിക്ക് ഇനി ആരും വേണ്ട, ഞാൻ പോവാണ് കാശിക്ക് എന്ന് പറയരുത്. നമ്മൾ ഈ ഒരു ലോകത്ത് വന്നു, നമ്മൾ ഈ ഒരു ലോകത്തെ കുറിച്ച് മനസ്സിലാക്കി, ഈ ഒരു ലോകത്തിന്റെ സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് പോകരുത്. ഓക്കെ, നമ്മളെ വിശ്വസിച്ച് നമ്മൾ ട്രസ്റ്റ് ചെയ്ത ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യണം. ഇപ്പം ഐ ഡു ഹാവ് എ ഫാമിലി, ഞാൻ ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെങ്കിലും എന്റെ ഫാമിലിയെ ഞാൻ ബാലൻസ് ചെയ്യുന്നു. 80% കൊടുക്കേണ്ട സ്ഥാനത്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണ്. 80% കൊടുക്കണമെന്ന് തോന്നുന്ന സ്ഥലത്ത് കൊടുക്കുക, ബാക്കി 20% നമുക്ക് കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി കൊടുക്കുക. ബിക്കോസ് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. പക്ഷേ നമ്മളെ കാർന്നു തരുന്ന ഒന്നാണെങ്കിൽ അവിടെ നമ്മുടെ 80% എനർജി വർക്ക് ചെയ്യാതെ ആ എനർജി സേവ് ചെയ്തുകൊണ്ട് നമ്മളുടെ സ്പിരിച്വൽ വർക്കിലേക്ക്, നമ്മുടെ തന്നെ വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഈ ഒരു അലച്ചിലിന്, ഈ ഒരു സങ്കടത്തിന് സമാധാനം ഉണ്ടാവുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മിസ്ഇന്റർപ്രറ്റ് ചെയ്യല്ലേ. നിങ്ങളെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവരാൻ, നിങ്ങളെ തന്നെ പ്രണയിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ബാലൻസ്ഡ് ആക്കാൻ ശ്രമിക്കുന്ന ഒരു വൈബ്രേഷൻ ആണ് നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. യൂണിവേഴ്സ് പറയുന്നതും നിങ്ങളുടെ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ കഥ നിങ്ങൾ എഴുതുക, നിങ്ങളുടെ ജീവിതത്തിലെ എംപറർ ആകുക. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസിനെ, നിങ്ങളുടെ കപ്സിനെ സ്വയം നിറയ്ക്കുക, സ്വയം ബാലൻസ്ഡ് ആകുക. വേറെ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻകംപ്ലീറ്റ്നെസ്സേ തരാൻ പോകുന്നുള്ളൂ, അഥവാ ചേസിങ്ങേ തരാൻ പോകുന്നുള്ളൂ, അഥവാ ഹാർട്ട് ബ്രേക്കേ തരാൻ പോകുന്നുള്ളൂ. സോ നിങ്ങളുടെ ഹാർട്ടിന്റെ സംരക്ഷകൻ നിങ്ങളാകുക, നിങ്ങളുടെ ചിന്തയുടെ യജമാനൻ നിങ്ങളാകുക, എനർജിയിലേക്ക് ചേരുക. ക്യൂൻ ഓഫ് കപ്സ്, സ്വന്തം സോളിനെ ഇഷ്ടപ്പെടുന്ന എനർജിയിലേക്ക് പോവുക. ഒറ്റപ്പെടലല്ല, ഒറ്റയ്ക്ക് നമ്മളുമായി സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. ബിട്രേൽ അല്ല, ഒറ്റയ്ക്കിരുന്നു കൊണ്ട് നമ്മുടെ സ്വപ്നത്തെ അച്ചീവ് ചെയ്യാൻ, നമ്മുടെ ശരീരത്തിന്റെ കൂടെ നിന്ന് ജീവിക്കാനാണ് നമുക്കിഷ്ടം. ബ്യൂട്ടിഫുൾ മെസ്സേജസ്. നമ്മുടെ ഉള്ളിലെ നമ്മളെ വളർത്തിയെടുക്കാനാണ് നമുക്കിഷ്ടം. സം കൈൻഡ് ഓഫ് ന്യൂ ഗ്രോത്ത്, അതിനാണ് നമുക്ക് താല്പര്യം. ബിക്കോസ് നമ്മൾ ഹൈ പ്രീസ്റ്റസ് ആണ്. നല്ലത് എന്താണ്, ചീത്ത എന്താണ്, ഗുണം എന്താണ്, ദോഷം എന്താണ്, അതെല്ലാം നമ്മുടെ തേർഡ് ഐയിൽ അറിയാൻ സാധിക്കും. നമ്മൾ ഇൻട്യൂട്ടീവ് ആണ്, നമ്മൾ സ്പിരിച്വലി അവേക്കൻഡ് ആണ്. കണ്ടോ ആ നെറ്റിയില് കണ്ടോ, കണ്ണടച്ചിരുന്നാലും കണ്ണ് തുറക്കുന്ന ഇമേജ് കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ആയിത്തീരേണ്ടത്, ഇങ്ങനെയാണ് നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടേണ്ടത്. ലോകത്ത് നമ്മളാണ് നമ്മുടെ പ്രയോറിറ്റി, വേറെ ആരുമല്ല. മനസ്സിലാക്കുക. ആൻഡ് ദിസ് ഈസ് എ വണ്ടർഫുൾ മെസ്സേജ്. സോ നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഗുണമുള്ളതാണെങ്കിൽ നിങ്ങൾ ചെയ്തുകൊള്ളൂ. പക്ഷെ റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും അത് നിങ്ങൾക്ക് മോശമാണ് എങ്കിൽ ആ 80% അവിടെ കൊടുക്കാതെ നിങ്ങളുടെ എനർജി സേവ് ചെയ്തിട്ട് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കും. നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ലവ് സ്റ്റോറി, നിങ്ങളുടെ ലവ് സ്റ്റോറി എന്താണ് എന്നതാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞത്. നിങ്ങളുടെ ലവ് സ്റ്റോറി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് സ്റ്റോറിയിൽ എത്തിച്ചേരണമെങ്കിൽ
ഈ ഒരു പാത നിങ്ങൾ സ്വീകരിക്കുക. സെൽഫ് ലവ്, അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മൾ അബണ്ടന്റ് ആണ്, നമ്മൾ വെൽ വൈബ്രേറ്റഡ് ആണ് എങ്കിൽ നമുക്ക് വേണമെന്നുള്ള കാര്യം നമ്മളെ തേടി വരും. നമ്മൾ വൈബ്രേറ്റഡ് അല്ല, നമ്മളെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല എങ്കിൽ ഒരു സൈഡിലേക്ക് നമ്മളെ തള്ളി നിർത്തും. ഓക്കെ, അല്ലെങ്കിൽ വലിച്ചെറിയപ്പെടും. സോ വലിച്ചെറിയപ്പെടണോ അതോ എന്താണ് ആ ഒരു വൈബ്രേഷനിൽ ഇരുന്നിട്ട് സെൽഫ് സഫിഷ്യന്റ് ആകണോ? ആൾക്കാർ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി വരണോ അതോ നിങ്ങളെ തള്ളിക്കളയണോ എന്നത് ഇറ്റ്സ് യുവർ ഓപ്ഷൻ. അത് നിങ്ങളുടെ മെന്റാലിറ്റിയാണ്. ആൻഡ് ഈ ഒരു കാര്യം നിങ്ങളുടെ ഹാബിറ്റ് ആക്കി മാറ്റുക. ട്രൂലി ഞാൻ പറയുന്നു, നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസിൽ നിന്ന്, നിങ്ങളുടെ മെന്റൽ ആയിട്ടുള്ള ഇഷ്യൂസിൽ നിന്ന്, നിങ്ങളുടെ സ്ട്രെസ്സിൽ നിന്ന് യു വിൽ ബി ഹാപ്പി. ചിലപ്പോൾ നിങ്ങൾക്ക് മാസം 10,000 രൂപ കിട്ടുന്ന ഒരു ജോലി ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അതിൽ നിന്ന് പോലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി പോകും. ഓക്കെ, അല്ലെങ്കിൽ അത് മതി എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലേക്ക് ചുരുങ്ങണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ യൂണിവേഴ്സ് ആ ഒരു അവസ്ഥയിലേക്ക് എത്താനാണ് നിങ്ങളോട് പറയുന്നത്. ആ ഒരു വൈബ്രേഷനിലേക്ക് നിങ്ങൾ എത്തിയാൽ ചിലപ്പോൾ ശരിയായിരിക്കാം, ആ ഒരു 10,000 എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക്കലി വളരെ ചെറുതായിരിക്കാം, പക്ഷെ നിങ്ങൾക്കത് വളരെ വലുതായിട്ട് തോന്നി തുടങ്ങും. ഓക്കെ, അപ്പോ നമ്മൾ വിചാരിക്കും യെസ് ഐ ആം സഫിഷ്യന്റ് എന്ന്. അപ്പോ നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിന്ന് വിചാരിച്ചിരുന്ന ഗ്രോത്ത് നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ നമ്മളിൽ വന്നു ചേരും. ദാറ്റ് ഈസ് ദ മിറാക്കിൾ. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയി. ഈ ഒരു ഫാക്ട് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ ഈ ഒരു വൈബ്രേഷൻ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇത് എന്ത് എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡി ആണെന്ന്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഫർദർ മോർ നിങ്ങൾക്ക് ഗൈഡൻസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ സെക്കൻഡ് പൈലിൽ കാണാതിരിക്കും. ബൈ ബൈ. ഹേ ഗൈസ്, അപ്പൊ നിങ്ങൾ പൈൽ നമ്പർ 2 ആണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സെലനൈറ്റ് പ്ലസ് ക്ലിയർ കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ലവ് സ്റ്റോറി എന്താണ്? വാട്ട്സ് യുവർ ലവ് സ്റ്റോറി എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ എനർജീസ് ആണ് അതിൽ കിട്ടുന്നത് എന്ന് നോക്കാം. ഓക്കെ, 5 of Cups, Page of Wands, okay, the Devil, the Moon. മേ ബി നിങ്ങൾക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിൽ വളരെ അധികം അട്രാക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമാകാൻ സാധിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴും ഒരു വ്യക്തിയിൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഭയങ്കര ഹോപ്പ് ചെയ്യുന്ന വ്യക്തികളാണ്, ഭയങ്കര മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ എല്ലാവരും. കൈൻഡ് ഓഫ് എനർജിയാണ് എനിക്ക് കാണുന്നത്. ആൻഡ് മേ ബി നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് ട്രോമാസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് പുതിയൊരു ജീവൻ നൽകാൻ, മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അല്ലെങ്കിൽ ജനിച്ചപ്പോൾ തന്നെ ഒരു ഇന്നർ ചൈതന്യം വെച്ച് ജനിച്ച ആൾക്കാരായിരിക്കാം നിങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിത്തൗട്ട് ഒരു വിദ്യാഭ്യാസവും, മീൻസ് ഈ ഒരു മേഖലയിൽ ഒരു അറിവും വിദ്യാഭ്യാസവും ഇല്ലാണ്ട് തന്നെ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ് ആണ്, നിങ്ങൾക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള ശക്തിയുണ്ട്, മുൻകൂട്ടി പറയാനുള്ള ശക്തിയുണ്ട്. ആൻഡ് നിങ്ങളുമായി സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയെ പൂർണ്ണമായി ഹീൽ ചെയ്തെടുക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ട്. വിത്തൗട്ട് നോയിങ് സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പാതയിലേക്കാണ് യൂണിവേഴ്സ് നിങ്ങളെ തിരിച്ചുവിടുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ, അതായത് മാജിക് അറിയാതെ തന്നെ മാജിക് ചെയ്തു തുടങ്ങിയ ആൾക്കാരാണ് പലപ്പോഴും നിങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം പ്രയോറിറ്റൈസ് ചെയ്ത് പ്രണയിച്ച് ജീവിക്കാനുള്ള അവസരം കിട്ടിയതാണ് നിങ്ങൾക്ക്. പക്ഷെ പലപ്പോഴും മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ അവരുടെ പിറകെ പോയി അവരുടെ നെഗറ്റിവിറ്റികൾ മേടിച്ച് നിങ്ങൾ തന്നെ സ്വയം ഡാർക്ക്നെസ്സിലേക്ക് പോയി, അല്ലെങ്കിൽ മുഴുവനായി നിങ്ങളുടെ സോൾ എനർജിയിൽ നിങ്ങൾ നിൽക്കാതെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിലേക്ക് പോയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെന്നാണ് പറയുന്നത്. സോ സത്യം പറഞ്ഞാല് ഇപ്പോൾ ഉള്ള നിങ്ങള് ഡെത്തായിട്ട് പുതിയൊരു റീബർത്ത് ഉണ്ടാവണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ,
അങ്ങനെയാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എൻഡ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു നിൽക്കുന്ന സൈക്കിൾ നിങ്ങൾക്ക് പെയിൻഫുൾ ആണെങ്കിലും നിങ്ങൾക്ക് സുഖകരമാണെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അൾട്രാ അബണ്ടന്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും യൂണിവേഴ്സ് പറയുന്നത് നിർത്തുക. ബിക്കോസ് ഒന്നുകിൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള അൺവാണ്ടഡ് ബാഗേജസ് കൊണ്ട് നടക്കുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി സുഖലോലുപതയിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനെ മൈൻഡ് ചെയ്യുന്നില്ല. അബണ്ടൻസ് നിങ്ങൾക്ക് കൂടുതലാണ്, ആൻഡ് മേ ബി അതിന്റെ അഹങ്കാരമായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവുക. ഐ ഡോണ്ട് നോ. പക്ഷെ എനിക്ക് അങ്ങനത്തെ വൈബ്രേഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കാശുണ്ട്, എനിക്ക് സാമ്പത്തികമാണ് എന്ന ഒരു കമന്റ് അങ്ങനെ പറയില്ല, അല്ലെങ്കിൽ ഒരു അഹങ്കാരം, ആ ഒരു കൈൻഡ് ഓഫ് വൈബ്രേഷനിൽ നിങ്ങൾ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. വാട്ട് എവർ നിങ്ങളുടെ സൈക്കിൾ, ആ ഒരു സൈക്കിൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നില്ല. ലുക്ക്, ഒത്തിരി സന്തോഷവും നമുക്ക് നെഗറ്റീവാണ്, നമ്മളെ തെറ്റായ വഴികളിൽ ചാടിക്കും. ഒത്തിരി ദുരിതവും സങ്കടവും തെറ്റാണ്, അതും നമ്മൾ തെറ്റായിട്ടുള്ള വഴി നിൽക്കും, അല്ലെ നമ്മൾ കൊണ്ടെത്തിക്കും. സോ ബാലൻസ്ഡ് വേ, അതാണ് എപ്പോഴും കറക്റ്റ്. അതായത് ജീവിതത്തിൽ പെയിൻ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് സുഖം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ സത്യം പറഞ്ഞാൽ സുഖമുണ്ടെങ്കിലേ ദുഃഖം എന്താണെന്ന് മനസ്സിലാവുള്ളൂ, ദുഃഖമുണ്ടെങ്കിലേ സുഖം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കോൺസ്റ്റന്റ്ലി നമ്മൾ പെയിൻ മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ റോങ് ട്രാക്കിലാണ്. കോൺസ്റ്റന്റ്ലി നിങ്ങൾ സുഖം മാത്രമേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ എങ്കിലും നിങ്ങൾ റോങ് ട്രാക്കിലാണ്. ഓക്കെ, സോ ഇതിനകത്ത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെന്റർ പോയിന്റ് പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു ചേഞ്ച്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ലക്ഷറിയാണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ പണത്തിനെയാണ് സ്നേഹിക്കുന്നത് എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. നിങ്ങളുടെ ഓൺ സോളിനെ അല്ല, നിങ്ങളുടെ ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫിന്റെ സുഖങ്ങളെ, ഡെവൽ എനർജി, അതായത് നമുക്ക് ആസക്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളിലാണ് നിങ്ങൾ മുഴുകിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് പ്രയോറിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയുള്ള മെറ്റീരിയലിസ്റ്റിക് പ്ലഷർ ആണ് ജീവിതത്തിൽ വലുത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ആൻഡ് ഈ സെക്കൻഡ് പൈലെടുത്ത മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് നിങ്ങൾക്ക് മേ ബി ഒരു പാസ്റ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രസന്റ് ഉണ്ടായിരിക്കാം. പാസ്റ്റിലോ പ്രസന്റിലോ നിങ്ങൾക്കൊരു പേഴ്സണും ഉണ്ട്, ആ ഒരു വ്യക്തി നിങ്ങളെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് എന്തൊക്കെ ഫേവർ ചെയ്ത് കൊടുത്തിട്ടും അവർ നിങ്ങളുടെ വില മനസ്സിലാക്കാത്തൊരവസ്ഥ അതുമുണ്ട്. അതെന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന കൺസെപ്റ്റ് തെറ്റാണ്. അതായത് ഒരു പഴഞ്ചൊല്ലാണ്, ഞാൻ കേട്ടിട്ടുള്ളതാണ്, എനിക്കത് വളരെ ആപ്റ്റായിട്ട് തോന്നി, പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിശപ്പറിഞ്ഞ് മാത്രം വിളമ്പുക. ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും അവർക്ക് നീഡഡ് എത്രയാണോ അതനുസരിച്ചല്ല നിങ്ങൾ കൊടുത്തത്. ട്രെമൻഡസ് എമൗണ്ട് ഓഫ് എനർജി വാരി വിതറിയെങ്കിലും നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടും. അവർക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലായിട്ടും ഒന്നും കൊടുക്കാതെ ഇരുന്നാലും നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടും. കാരണം എത്രയോ ആൾക്കാരുണ്ട് റിലേഷൻഷിപ്പിലായി കഴിയുമ്പോൾ പിന്നെ അവരവിടെ തന്നെ കോൺസ്റ്റന്റ് ആയി നിന്നുകൊള്ളും. ഞാൻ എന്റെ കാര്യം നോക്കി പോട്ടെ, ഞാനൊരു സ്ഥലത്ത് അച്ചീവ് ആകട്ടെ, അതിനുശേഷം വന്ന് പ്രണയിക്കാം എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരും ഉണ്ടാകും. ആവശ്യമില്ലാതെ പ്രണയവും കെയറും മറ്റേ കാശും ടൈമും ഒക്കെ കൊടുത്ത് പിന്നാലെ നടക്കുന്നവരുണ്ടാവും. നിങ്ങൾ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു പനി വന്നു, നിങ്ങൾ ഒരു പാരസെറ്റമോൾ കഴിക്കുക, ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. അല്ല കുറഞ്ഞില്ലെങ്കിൽ പിന്നെയും ഒരു പാരസെറ്റമോൾ കഴിക്കാം, കുറച്ച് കഴിയുമ്പോൾ മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ വാട്ട് എവർ ദ മെഡിസിൻ എടുക്കാം, മാറ്റം ഉണ്ടാവും. നിങ്ങൾ 20 പാരസെറ്റമോൾ ഒരുമിച്ച് കഴിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഗുണം? അല്ലെങ്കിൽ പനി വന്നു വിറച്ച് കിടക്കുക, നിങ്ങൾ പാരസെറ്റമോളെ കഴിക്കണില്ല, അല്ലെങ്കിൽ പില്ലേ എടുക്കുന്നില്ല, ഗുളികയെ കഴിക്കണില്ല, എന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ ഒരു സെന്റർ പോയിന്റിലല്ല പിടിക്കുന്നത്, നിങ്ങൾ ഒന്നുകിൽ എക്സ്ട്രീം ഇല്ലെങ്കിൽ നത്തിങ്, അതിലാണ് പിടിക്കുന്നത്. സോ അത് ചേഞ്ച് ചെയ്യുക, മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ സോളിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും സംശയത്തിലും വിഷമത്തിലും നിരാശയിലും. നിങ്ങൾ നോക്കുമ്പോൾ ഐ ഹാവ് എവറിത്തിങ്, പക്ഷെ എനിക്കൊന്നുമില്ല. ഈയൊരു അൺസാച്ചുറേറ്റഡ് സ്റ്റേറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഇക്വിലിബ്രിയത്തിലല്ല, നിങ്ങൾ ഒരു സെന്റർ പോയിന്റ് പിടിച്ചിട്ടില്ല. നിങ്ങൾ ഒരു വടിയുടെ ഏതോ ഒരു അറ്റത്ത് ഇംബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നതേ ഉള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. സോ നിങ്ങളുടെ സോൾ നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ, നിങ്ങളുടെ വൈബ്രേഷനിൽ നിങ്ങൾക്ക് ബാലൻസ് ആകണമെങ്കിൽ നിങ്ങൾ ആ ഒരു സെന്റർ പോയിന്റ് പിടിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ സോള് നിങ്ങളെ പ്രണയിച്ചു തുടങ്ങുകയുള്ളൂ. നിങ്ങളുടെ സോള് നിങ്ങളെ പ്രണയിച്ചു, നിങ്ങളിപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ മെറ്റീരിയലിസ്റ്റുകൾ എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അച്ചീവ് ചെയ്യുമായിരിക്കാം ഫ്യൂച്ചറിൽ. പക്ഷേ നിങ്ങളോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവണം, നിങ്ങളോട് നിങ്ങൾക്ക് പ്രണയം തോന്നണം, നിങ്ങളോട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണമെങ്കിൽ ഈ ഒരു സെന്റർ പോയിന്റ് പിടിച്ചേ പറ്റുകയുള്ളൂ. ഒരു ന്യൂ
ബർത്ത്, ഒരു ന്യൂ ഹോപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നേ പറ്റും. ഒരു റീബർത്ത് അത് നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്നതാണ് കാണിക്കുന്നത്. ഒരു പുതിയൊരു സീഡ് നിങ്ങൾ ഇട്ടിട്ട് അതിനെ പാഷനേറ്റ് ആയിട്ട് വളർത്തിയെടുക്കുക, അതാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ജേർണി എന്നത് ചിലപ്പോൾ ഈസി ആയിരിക്കാം, കുഞ്ഞുനാളിലെ നിങ്ങളുടെ ജേർണി ഈസി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജേർണി എന്ന് പറയുന്നത് ഭയങ്കര ടഫ് ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇഫ് യു വാണ്ട് ബാലൻസ്, നിങ്ങൾക്ക് ബാലൻസ് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നേന്ന് വിത്ത് വിതയ്ക്കുക, അതിന് ഒന്നേന്ന് വെള്ളം കൊടുത്ത് വളർത്തി ഗ്രോത്ത് ചെയ്യുക, ഹോപ്പോടുകൂടി വളർത്തുക, ബാലൻസ്ഡ് ആക്കുക, സെന്റർ പോയിന്റ് പിടിക്കുക. എന്നാൽ വാട്ട് എവർ ദ സിറ്റുവേഷൻ, എന്ത് സിറ്റുവേഷനിലും നിങ്ങൾ ആയിരിക്കട്ടെ, നിങ്ങൾ അകലെ ആയിരിക്കട്ടെ, ദൂരെ ആയിരിക്കട്ടെ, നിങ്ങളുടെ ലവിന് വേണ്ടി നിങ്ങൾ പോരാടുന്ന ഒരാളായിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിന് വേണ്ടി പോരാടുന്ന ഒരാളായിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് വേണം, എനിക്കൊരു വീട് വേണം, കാർ വേണം, അങ്ങനെയുള്ളൊരു ബാലൻസ്ഡ് സിറ്റുവേഷൻ വേണം, വാട്ട് എവർ, നിങ്ങൾ കണ്ടോ, നിങ്ങൾ ബാലൻസിൽ എത്തിയാൽ മാത്രമേ നിങ്ങൾക്കത് സാധിക്കുകയുള്ളൂ. ഈ സെക്കൻഡ് പൈൽ എടുത്തവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിന്ന് തന്നെ നിങ്ങളുടെ സെൽഫ് ലവ് ചെയ്യാനുള്ള, നിങ്ങൾക്ക് ബാലൻസ് ആകാനുള്ള പല കാര്യങ്ങളും യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല. ഐ തിങ്ക് 444 ഇസ് ദ ഏഞ്ചൽ നമ്പർ നിങ്ങൾ കറന്റ്ലി കാണുന്നത്, അല്ലെങ്കിൽ 111 അല്ലെങ്കിൽ 666. ഓക്കെ, ഈ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ 333. ഓക്കെ, അങ്ങനത്തെ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയുന്നത് യു ഹാവ് എവറിത്തിങ്. ഒന്നുകിൽ നിങ്ങൾ സെൽഫ് സഫീഷ്യന്റ് അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് കൂടിപ്പോയി പക്ഷെ സമാധാനം ഇല്ല എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ആദ്യം ബാലൻസ്ഡ് ആകുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് നിങ്ങൾ ഓൾറെഡി ഇൻട്യൂട്ടീവ് ആണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം, പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. നോക്കൂ, ഡിവൈൻ ടൈമിംഗ് നമ്മളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി നമ്മൾ ഒരിക്കലും കാത്തിരിക്കരുത്. ഫസ്റ്റ് ഫൈലിൽ പറഞ്ഞ പോലെ നമ്മൾ ആക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സമയമാവുമ്പോഴത്തേക്ക് ഞാൻ നോക്കാം, എന്നെ അതിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ പോവാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ഡിറ്റാച്ച്മെന്റിൽ നിന്ന് ഞാൻ എങ്ങനെ പോവും, അല്ലെങ്കിൽ ഇതൊന്ന് ഡിറ്റാച്ച് കഴിഞ്ഞാൽ എങ്ങനെ അവിടെ എത്തും എന്നുള്ള തോന്നലാണ് നിങ്ങൾക്ക്. വൺസ് നിങ്ങളുടെ മനസ്സിൽ തോന്നി ഇപ്പൊ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകണം, ടേക്ക് റിസ്ക് ആൻഡ് ഗോ ദാറ്റ് വേ, ബിക്കോസ് നിങ്ങൾ ഇൻട്യൂട്ടീവ് ആണ്, നിങ്ങൾക്ക് അതിന് സാധിക്കും. ഓൾറെഡി നമ്മുടെ ഇൻറ്റ്യൂഷനും നമ്മുടെ സ്പിരിച്വാലിറ്റിയും വർദ്ധിപ്പിക്കാനും നമ്മൾ ചാർജ് ചെയ്യാനാണ് സെലനായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇത് സെലക്ട് ചെയ്തതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെന്റൽ ക്ലാരിറ്റി ഇല്ല. എവറിത്തിങ് യു ഹാവ്, നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് മെന്റൽ ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്ത് പോകണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ മൊത്തത്തിൽ സ്ക്രംബിൾഡാണ്. അതായത് ആരെങ്കിലും എന്നെ സഹായിച്ചെങ്കിൽ, ആരെങ്കിലും ഒന്ന് എന്റെ ഉള്ളിലെ പെയിൻ വലിച്ച് കളഞ്ഞെങ്കിൽ എന്നൊക്കെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യോ എന്ന എമോഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ മനസ്സിലാക്കുക, ഇറ്റ്സ് ടൈം ടു ചേഞ്ച്, ഇറ്റ്സ് ടൈം ടു, നിങ്ങളുടെ ഈ ഒരു സൈക്കിൾ അവസാനിപ്പിക്കേണ്ട സമയമായി. സുഖകരമാണെങ്കിലും ദുഃഖകരമാണെങ്കിലും ഞാൻ പറയുന്നു, നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവസാനിപ്പിച്ചേക്ക്, എന്നിട്ട് ലെറ്റ് സ്റ്റാർട്ട്. സമയം താമസിച്ചിട്ടില്ല, ഇനിയും ന്യൂ ബിഗിനിങ്സ് ഉണ്ട്, ഇനിയും നിങ്ങൾക്ക് പോസിബിൾ ആണ്. നിങ്ങളുടെ ബിസിനസ് താഴ്ന്നു പോയോ, യു ക്യാൻ കം, നിങ്ങൾക്ക് മുകളിലേക്ക് വരാൻ സാധിക്കും. വർക്ക് ചെയ്യുക, മണ്ണോടടിഞ്ഞു പോയത് മണ്ണോടടിഞ്ഞു പോട്ടെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കുഴിച്ചു മൂടുന്നതാണ് നല്ലത്, അതാണ് ശരി, അത് മനസ്സിലാക്കുക, എന്നിട്ട് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുക. ഒരിക്കലും നമ്മൾ നെവർ ടു ലേറ്റ് അല്ല ഒരു കാര്യത്തിനും. എനിക്ക് ഇത്ര വയസ്സായി പോയി, എനിക്കിനി പറ്റില്ല, എനിക്കിനി പഠിക്കാൻ പറ്റില്ല, ഇതാണ് നോ. എപ്പോഴാണോ നമുക്ക് അതിന്റെ ചാൻസ് കിട്ടുന്നത്, എപ്പോഴാണോ നമുക്ക് നമ്മുടെ ഉള്ളിൽ ആർജു തോന്നുന്നത്, അപ്പൊ നമ്മളത് ചെയ്യുക, ചെയ്തിരിക്കുക. അതാണ് നമ്മുടെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഗിവിങ് എനർജി, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ മെന്റാലിറ്റി, നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, നിങ്ങളെ പ്രണയിക്കുക. ദിസ് ഇസ് ദ ലവ് സ്റ്റോറി. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ വന്നിട്ട് റിസ്ക് എടുക്കുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങൾക്ക് വേണമെന്നുള്ള ലൈഫിലേക്ക് നിങ്ങൾ പോവുക. നിങ്ങൾക്ക് ഡാൻസ് പഠിക്കണോ, ഗോ ഫോർ ദാറ്റ്. മുന്നോട്ടേക്ക് വിദ്യാഭ്യാസം വേണോ, ഗോ ഫോർ ദാറ്റ്. വിദേശത്തേക്ക് ജോലി ചെയ്യണോ, ട്രൈ ചെയ്യുക, പോവുക. യു ക്യാൻ. എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു അതെല്ലാം നമുക്ക് ഡിസയർ ചെയ്യാൻ, നമ്മുടെ ഡിസയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും, മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് വർക്ക്, ജസ്റ്റ് പുഷ്. ഓക്കെ, കംഫർട്ട് സോണിൽ നിൽക്കുന്നവരാണ് കംഫർട്ട് സോണിൽ നിന്ന് മാറിയിട്ട് ശ്രമിക്കുക, കിട്ടും. കംഫർട്ട് സോണിൽ അല്ലാത്തവരാണ് എങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന രീതി നിങ്ങൾ പുഷ് ചെയ്യുക. വിത്തിൻ 3 years നിങ്ങൾ ആഗ്രഹിച്ച ഫ്യൂച്ചർ യു വിൽ ഗെറ്റ്. നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല. നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ മുന്നിൽ 100,000 ഓപ്പർച്യൂണിറ്റീസ് തുറന്നു വരും. ഈ ലോകത്ത് 100,000 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്കൊന്ന് വന്ന് ചേരുന്നില്ല.
അല്ലെങ്കിൽ കൺസിസ്റ്റന്റ്ലി നമുക്ക് ബുദ്ധിമുട്ടുകളും അലച്ചിലും മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഒരു സിറ്റുവേഷനിൽ അലച്ചിലാണ്, ബാലൻസ്ഡ് അല്ല എങ്കിൽ അത് നമുക്ക് മെന്റ് ചെയ്തിട്ടുള്ള, നമുക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള സിറ്റുവേഷൻ അല്ല. ഒരു സിറ്റുവേഷനിൽ നമ്മൾ ബാലൻസ്ഡ് ആണ് എങ്കിൽ അതാണ് നമുക്ക് വിധിക്കപ്പെട്ട സിറ്റുവേഷൻ. സോ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, സ്ട്രെസ് ചെയ്യുന്നു എങ്കിൽ ആ സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കണ്ട എന്നതാണ് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ്. ഓക്കെ, ഒന്നിൽ നിങ്ങൾ ബാലൻസ്ഡ് ആണ് എങ്കിൽ അതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ പാത്ത് എന്നാണ് യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു കാര്യത്തിൽ നിങ്ങൾ ഓവർലി സാച്ചുറേറ്റഡ് ആണെങ്കിൽ മറ്റുള്ള വ്യക്തികളെ സഹായിക്കുക എന്നതാണ് അടുത്ത നിങ്ങളുടെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൈൻഡ് ഓഫ് എനർജി, നിങ്ങളുടെ സോളിനോടൊത്തുള്ള നിങ്ങളുടെ ആ ഒരു ലവ് എനർജി. ഓക്കെ, അപ്പോ ഇത് കറന്റ് ഫീലിങ്സ് അല്ല, ഇറ്റ്സ് എന്താ വേറെ ലെവൽ റീഡിംഗ് ആണ്. സോ ഇതിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷുവറായിട്ടും ട്രൈ ചെയ്യുക. നമ്മളെല്ലാവരും അതിലേക്ക് പോകേണ്ട ആൾക്കാർ തന്നെയാണ്. ഓക്കെ, സോ അത് മനസ്സിലാക്കാം. താങ്ക് യു സോ മച്ച്. അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെക്കും ബൈ ബൈ.